നമസ്കാരം. ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ക്ലിപ്പ് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ വേടനുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് പറയുക എന്നുള്ള ദൗത്യം സംഘടനാ തലത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വീഡിയോ ക്ലിപ്പ് ഇറക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഞങ്ങളുടെ സംഘടന ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ വേടന് പൂർണ്ണമായ പിന്തുണ നൽകുകയാണ്. വേടൻ്റെ അറസ്റ്റിനെ ആഘോഷിക്കുന്നവർക്കും വേടനുമായി ഇപ്പോഴത്തെ വിവാദത്തിന് ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നവർക്കും ഇന്നല്ലെങ്കിൽ നാളെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. പത്തിരുപത്തഞ്ച് കൊല്ലം പട്ടികജാതി പട്ടികവർഗ സമുദായത്തിന് വേണ്ടി കേരള ദളിത് ഫെഡറേഷൻ്റെ നേതാവായും സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്കും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനും നവോത്ഥാന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്കും കൃത്യമായ നിലപാട് പറയണമെന്ന് ഞങ്ങൾ ഇന്ന് കാലത്തെ തീരുമാനിച്ചതാണ്. ആറ് ഗ്രാം മയക്കുമരുന്ന് പിടിച്ചു എന്നാണ് പോലീസ് എഫ്ഐആർ. 9 പേർ റൂമിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 1ഉം 2ഉം പ്രതികളുടെ കാര്യത്തിൽ തീരുമാനമായി. അതിൽ 2ാം പ്രതി വേടനും ബാക്കി 7 പ്രതികൾ പോലീസ് വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ സൗകര്യമുള്ളവരെ സവർണരെ നോക്കി ഒഴിവാക്കിയോ, രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തിയോ, അതോ വേടനിലേക്ക് മാത്രം ഏകോപിച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ട ആദ്യത്തെ വിഷയം. വേടൻ ഈ രീതിയിൽ 6 ഗ്രാം ആയാലും 1 ഗ്രാം ആയാലും 100 ഗ്രാം ആയാലും മയക്കുമരുന്ന് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടന കാണുന്നതും ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. പക്ഷേ ആ തെറ്റ് തിരുത്തപ്പെടേണ്ട ഒരു തെറ്റാണ്. വലിയൊരു വിവാദം ഉണ്ടാക്കേണ്ട തെറ്റല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഉപദേശിച്ച് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ വാർത്താ ചാനലുകൾക്ക് വാർത്തയാക്കി കൊടുക്കുകയും തെറ്റ് തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തെറ്റ് തിരുത്തപ്പെടുന്നതിൻ്റെ പകരം അതിന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, ഇല്ലെങ്കിൽ മതവും ജാതിയും എല്ലാം നോക്കി ചില കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്രവണത പല വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ കുതന്ത്രങ്ങളും കുതികാല് വെട്ടലുകളും കുടുക്കിൽ വാങ്ങൽ പ്രക്രിയകളൊന്നും വേടനറിയില്ല. അത് വേണമെന്നല്ല, ഇവിടുത്തെ പല കലാകാരന്മാർക്കും അറിയില്ല. അതുപോലെ സവർണാധിപത്യത്തെക്കുറിച്ചും ഓരോ ഉത്സവങ്ങൾക്ക് നടക്കുന്ന സവർണാധിപത്യത്തിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും അതും വേടനറിയില്ല. നിങ്ങൾ ഉയർന്ന് പന്തലിച്ച് വരുമ്പോൾ നിങ്ങളെ വെട്ടിവീഴ്ത്താനായി നിങ്ങൾ ഉയർച്ച തുടങ്ങുന്ന കാലത്തെ ഗൂഢാലോചന നടത്തുന്നവരാണ് അപ്പുറത്ത് നിൽക്കുന്നവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അതാണ് വേടന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇതേപോലെ പണ്ട് മർക്കോസിനെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വെട്ടിവീഴ്ത്തലിൻ്റെ ഭാഗം.
ഇന്ന് ആരാധകരാൽ നിറഞ്ഞ വേദികളിൽ പാടിക്കൊണ്ടിരിക്കുന്ന വേടനെ ഏത് നിമിഷവും വീഴ്ത്തിയിടുമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വേടനെ വീഴ്ത്തിയിട്ടു. അതാണ് സവർണാധിപത്യം. തുടച്ചു നീക്കി എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എവിടെയും ഒന്നും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. അത് അനുഭവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന പലവർക്കും അത് മനസ്സിലാവും. ഞാൻ പ്രത്യേകം മതങ്ങൾ എടുത്ത് പറയുന്നില്ല, പറയാൻ പേടിച്ചിട്ടൊന്നുമല്ല, പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. സഖാവ് കെ രാധാകൃഷ്ണൻ കുറച്ച് നാൾ മുമ്പ് മീഡിയയിൽ പറഞ്ഞു. അതാദ്യം പറഞ്ഞത് ഞങ്ങളുടെ കേരള ദളിത് ഫെഡറേഷൻ്റെ കരുനാഗപ്പള്ളിയിൽ വെച്ച് നടന്ന ഒരു സംസ്ഥാന ഒരു പരിപാടിയിലായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, കാക്ക കുളിച്ചാൽ കൊക്കാവില്ലല്ലോ എന്ന് പറയുന്ന പോലെ കൊക്ക് കുളിച്ചാൽ കാക്കയാവില്ലല്ലോ. കൊക്ക് കുളിച്ചാൽ കൊക്ക് തന്നെ ആവുള്ളൂ, കാക്ക കുളിച്ചാൽ കാക്കി. അത് അദ്ദേഹം പറഞ്ഞ വലിയൊരു അർത്ഥത്തിലാണ്. അത് ചിന്തിച്ചാൽ നമുക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടും. വേടൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. വേടനെ ഇത്രയും വേട്ടയാടാൻ മാത്രം എന്താണ് വേടൻ ചെയ്ത അപരാധം? ഇവിടുത്തെ എത്ര നേതാക്കന്മാരുടെ മക്കളെയും വളരെ വളരെ ഉന്നതിയിലുള്ളവരുടെ മക്കളെ എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ പിടിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ FIR ഇടുന്നുണ്ടോ? നിങ്ങളുടെ ജോലിയെ ബാധിക്കും, നിങ്ങൾക്ക് മറ്റു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങളിതെല്ലാം അവസാനിപ്പിച്ച് പോയിട്ടില്ലേ? നിങ്ങൾക്ക് 100 കണക്കിന് തെളിവ് ഞാൻ തരാം. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തി എന്ന എനിക്കതെല്ലാം വളരെ ഓപ്പണായിട്ട് പറയാൻ സാധിക്കും. പക്ഷെ ഞാൻ പറയുമ്പോൾ മറ്റൊരാൾ ബലിയാടാവുന്നതുകൊണ്ട് ആ വിഷയത്തിൽ കിടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വേടനെ വേട്ടയാടിയത് കൊണ്ടൊന്നും വേടൻ ഇതാൽ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. കാരണം 26ഓളം പൊതുതാൽപര്യ ഹർജിയും ബഹുമാനപ്പെട്ട കോടതിയിൽ, ഹൈക്കോടതിയിലടക്കമുള്ള കോടതികളിലും, വിവിധ വിജിലൻസ് കോടതികളിലും, ജില്ലാ കോടതികളിലും, മറ്റു പല കോടതികളിലും ഫയൽ ചെയ്തിട്ടുള്ള സംഘടന എന്ന നിലയ്ക്ക് ഇതിൽ കൃത്യമായി ഇടപെടേണ്ടവരെ ഇടപെടുത്താനും ഇതിനെതിരെ ശക്തമായ പരാതി അയക്കാനും അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിപ്പിക്കാനും ഞങ്ങളുടെ സംഘടനയ്ക്ക് കഴിവുണ്ട് എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് ഗൂഢാലോചന നടന്നിട്ടുള്ളത്, വേടനെ കൊടുക്കാൻ ആരെല്ലാം കൂടിയാണ് പദ്ധതി ആവിഷ്കരിച്ചത്, കൂടെയുള്ള ആർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്, എന്താണ് അവിടെ നടന്നത്, അന്ന് ഈ റൂമിൽ നടന്ന വിഷയം എന്ന് കൃത്യമായി ഒരു അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കാനുള്ളത്. അത് പരാതിയായി ഞങ്ങൾ അയക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് തരികയാണ്. ശ്രീ മോഹൻലാൽ, പ്രശസ്ത സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചിയിൽ തേവരയിലുള്ള വിസ്മയിൽ നിന്ന് 4 ആനക്കൊമ്പ് പിടിച്ചു. ആദ്യം 2 ആനക്കൊമ്പെന്നാണ് വന്നതെങ്കിലും അതിൽ പരാതിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം 4 ആനക്കൊമ്പാണെന്ന്. ഇന്നും എൻ്റെ കയ്യിൽ രേഖയുണ്ട്. ഞാൻ കോടതി പെരുമ്പാവൂർ കോടതി മുതൽ ഹൈക്കോടതി വരെ കയറി. ആ കയറിയതിന് ശേഷമാണ് ഈ പറയുന്ന ഈ ആവേശം കാട്ടിയ ഒരു പുലിനകം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആവേശം കൊള്ളുന്ന ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അന്ന് അവിടുത്തെ DFO നാഗരാജോ അങ്ങനെ ഒരു പേരാണ്, അദ്ദേഹം OS രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് കോടതി പറഞ്ഞതിന് ശേഷം. ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വിളിപ്പിക്കാൻ സാധിക്കാത്ത ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വകുപ്പിൻ്റെ ഉന്നതരും, അതിലെ ആരൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ആ കേസ് തേച്ച് മാച്ച് കളയാൻ എന്തെല്ലാം ശ്രമം നടത്തി. അന്നത്തെ ജയന്തി നടരാജ്, ബഹുമാനപ്പെട്ട ജയന്തി നടരാജ്, കേന്ദ്ര വനംവകുപ്പ് മന്ത്രി, അവരുടെ ഓഫീസിലേക്ക് വരെ നിങ്ങൾ ഇവിടുന്ന് ലെറ്റർ അയച്ചില്ലേ?
പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട്. അതൊക്കെ വിവരാവകാശ രേഖ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ, ഇടതുപക്ഷമല്ല അതിന് മുൻപിലത്തെ സർക്കാരും ഇത് തേച്ച് മാച്ച് കളയാൻ ശ്രമിച്ചു. ഞങ്ങൾ കോടതി പോയ അടിസ്ഥാനത്തിൽ അത് നടന്നില്ല. ഇപ്പോഴത്തെ സർക്കാർ ഭംഗിയാക്കി തീർത്തു കൊടുത്തു. പക്ഷെ ഞങ്ങൾ കോടതിയിൽ പോയി, കോടതി കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു. കോടതി എന്താ നിലപാട് പറഞ്ഞത്? ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ നിലപാട് കേൾക്കാതെ ഒരിക്കലും കേസ് വിഡ്രോ ചെയ്യാൻ പാടുള്ളതല്ല, ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്ന് കോടതി ഓർഡർ ഇട്ടു, ഹൈക്കോടതി. ഇന്നത്തെ ബഹുമാനപ്പെട്ട DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അന്ന് ഞങ്ങളുടെ വക്കീലായിരുന്നു, ശ്രീ ഷാജി സാർ. അതേപോലെ പല ഞങ്ങളുടെ വക്കീൽമാർ പലവരും ജഡ്ജിമാരായി വന്നിട്ടുണ്ട്, ജഡ്ജിമാരായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സീനിയർ അഭിഭാഷകരുടെ പട്ടമുണ്ട്, സീനിയർ അഭിഭാഷക പട്ടം കിട്ടിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അത്രയും പ്രഗത്ഭരായ വക്കീൽമാരെ വെച്ച് കേസ് നടത്താൻ പല കേസ് നടത്തിയിട്ടുള്ളതാണ് ഞങ്ങൾ. എന്നിട്ട് പോലും മോഹൻലാലിനെ ചോദ്യം ചെയ്യാൻ പോലും ഫോറസ്റ്റ് ഓഫീസിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത ഈ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരാണ് ഒരു രോമല്ല എന്താ പറയുക, പുലിനാഗം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേടനെ അങ്ങോട്ട് വിളിപ്പിച്ചത്, ഇപ്പോൾ റിമൈൻഡ് ചെയ്യിപ്പിച്ചത്. ഭരണഘടന, നിയമം, കോടതി അതിലൊന്നും ഇപ്പോൾ നമ്മൾ എതിർത്തൊന്നും പറയാൻ തയ്യാറല്ല. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. നിങ്ങളൊരു പൂരപ്പറമ്പിൽ ഒരു പൂരത്തിന് നിങ്ങൾ ഫോറസ്റ്റിൻ്റെ കൂടെ പോവാം, ഒരു 50 ആളുടെ ശരീരത്തിൽ കാണാം പുലിനകത്തിൻ്റെ കഷ്ണം, ആനക്കൊമ്പിൻ്റെ കഷ്ണം, ഏലസ് കിട്ടിയത്, ആന രോമം മറ്റേ മോതിരം ഉണ്ടാക്കിയിട്ടത്, അങ്ങനെ എന്തല്ല നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇനി മോഹൻലാലിൻ്റെ വിഷയം തന്നെ എടുക്കുക. 4 ആനക്കൊമ്പ് മോഹൻലാലിന് പാരിതോഷികമായിട്ട് കിട്ടിയെന്നല്ലേ പറഞ്ഞത്. പാരിതോഷികം കിട്ടിയാലും മോഹൻലാൽ പ്രതി ആവേണ്ടതല്ലേ? പ്രതി ആണല്ലോ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് ഈ റിമാൻഡ് നടന്നില്ല? അവിടെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയം. വലിയവനും ചെറിയവനും തമ്മിലുള്ള വ്യത്യാസം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം, കഴിവുള്ളവനും കഴിവില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം അവിടെയാണ്. ഒരാൾ ഇടപെടാൻ വന്നില്ലല്ലോ വേടന് വേണ്ടി. ഒന്ന് ആലോചിക്കേ, ഒരാൾ പോലും വേടന് വേണ്ടി ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി വന്നില്ല. കാരണം വേടനൊരു പട്ടികജാതിക്കാരനാണ്. പട്ടികജാതിക്കാരാണെങ്കിലോ അവരുടെ നേതാക്കന്മാരോ ഇതിനു വേണ്ടി അക്ഷരം ഒരു പ്രസ്താവന കൊടുക്കാൻ തയ്യാറായോ? പറയുമ്പോൾ വേടൻ ആകെ തെറ്റ് ചെയ്തു, ആകെ കുറ്റം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യൂണിഫോം ഇട്ട് നടക്കുന്ന എല്ലാവരും കുറ്റക്കാരില്ലേ? ഹെൽമെറ്റ് വെക്കണമെന്നാണ് നിയമം. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹെൽമെറ്റ് വെക്കാതെ 2 വീലർ ഓടിക്കുന്നുണ്ട്? അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സെക്ഷനിലും നിങ്ങൾ നോക്കൂ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കൂ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അഴിമതി നടക്കുന്നില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും തോന്നിയാസം നടക്കുന്നില്ലേ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തെറ്റ് തിരുത്തി വിടേണ്ട ഒരു കേസിനെ ഇത്രയും വലിയ ക്രിമിനൽ കേസാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ നിയമം ഉപയോഗിച്ച്. നിയമങ്ങൾ ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ പ്രാവർത്തികമാണ്. ഇവിടെ പാവപ്പെട്ട എത്ര പേര് ആന ചവിട്ടി കൊല്ലുന്നു, എത്ര പേരെ പുലി പിടിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്ത് നിയമം നടപ്പിലാക്കണേ? മരിച്ചവൻ്റെ വീട്ടിൽ 24 ലക്ഷം റുപ്യ കൊടുക്കാമോ? അവൻ്റെ കുടുംബം ഇല്ലാതെയാവില്ലേ? ഇപ്പോൾ ഈ മലമ്പുഴ മുണ്ടൂർ നടന്നത് എന്താ? ഒരു കുടുംബം ഇല്ലാതെയായില്ലേ? അതൊന്നും നോക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് മന്ത്രിക്ക്, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമയമില്ല. അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇപ്പോൾ ചില സിമ്പതിയുടെ പേരിലും ചില താല്പര്യങ്ങളുടെ പേരിലും അവിടെ ഇരുത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്, സത്യമാണല്ലോ എന്ന് അറിയില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് വികാരം കൊണ്ടുണ്ടോ? പറയാൾ പറയും, വികാരം കൊണ്ടാൽ നിങ്ങൾ മാനനഷ്ട കേസിന് പോയാലും അത് കോടതി ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പറയണ്ടേ. ഇവിടെ നിയമങ്ങളെയല്ല ചോദ്യം ചെയ്യുന്നത്. നിയമങ്ങളെ അനാവശ്യമായി നിങ്ങൾ നിയമത്തെ വളച്ചൊടിക്കുന്ന കാര്യം. ഇപ്പോൾ ഈ കേസിന് തന്നെ അത് നോക്കി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് ഈ കേസ് എവിടുന്ന് കിട്ടിയത് അന്വേഷണം നടത്തി അദ്ദേഹത്തിന് മൊഴിയെടുത്ത് അതുമായി ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുത്ത് സത്യമാണോ അല്ലേ എന്ന് നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യാലോ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും ഉടനെ തന്നെ കൊണ്ടുപോയി പിന്നെ കോടതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളില്ലാത്ത വകുപ്പെല്ലാം ചാർജ് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് റിമൈൻഡ് ചെയ്തേ പറ്റൂ.
അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത് ചില താല്പര്യങ്ങളാണ്. അതിൽ വേടൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉയരും തോറും നിങ്ങൾക്ക് ശത്രുക്കൾ കൂടും, നിങ്ങളുടെ വീഴ്ചയ്ക്ക് പെട്ടെന്ന് വഴിയൊരുങ്ങും. അത് ശ്രദ്ധിക്കണം. കൂട്ടുകൂടുമ്പോഴും ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും എല്ലാറ്റിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. കാരണം നിങ്ങളുടെ വാക്കുകൾ അത്രയും നല്ലതാണ്, നിങ്ങളുടെ പ്രവൃത്തികളും അത്രയും നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം വാക്കുകളെ പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവും വേണം. ഇനിയെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്ത തെറ്റുകളൊന്നും, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊന്നും വലിയ തെറ്റായിട്ട് ഞങ്ങളുടെ സംഘടന കാണില്ല. കാരണം ഇതിലും വലിയ തെറ്റുകളല്ലേ ഡെയിലി പത്രങ്ങളിൽ വായിക്കുന്നത്. എന്ത് നടക്കുന്നുണ്ട്, വലുത് നടക്കുന്നുണ്ടോ ഈ സമൂഹത്തിൽ? ഇതൊരു തെറ്റല്ല, പക്ഷെ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്തതെല്ലാം തെറ്റ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ പകരം വാർത്ത സൃഷ്ടിക്കുക. അതാണ് FIR ഇട്ട പോലീസായാലും OS രജിസ്റ്റർ ചെയ്ത ഫോറസ്റ്റ് ആയാലും ചെയ്തത്. അത്രേ ഇതിന് ഞങ്ങളുടെ സംഘടന കാണുന്നുള്ളൂ. ഞങ്ങളാൽ പറ്റാവുന്ന എല്ലാ പിന്തുണയും സഹായവും സമരവും ഈ വിഷയത്തിൽ ഞങ്ങളുടെ സംഘടന ചെയ്യും. ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ തുറന്ന് കാണിച്ചതാണ്. ഒട്ടനവധി കാര്യങ്ങൾ തുറന്ന് കാണിക്കാതിരുന്നിട്ടുള്ള സംഘടനയും കൂടിയാണ്. കാരണം അത്രയും മോശമാണ് ഇന്ന് ഭൂരിപക്ഷം ഭരണകർത്താക്കളും. അതുകൊണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. നിലപാട് വ്യക്തമാക്കി ഞങ്ങളുടെ സംഘടനയും ഞാനും കൃത്യമായും ശക്തമായും വേടൻ്റെ ഒപ്പമാണ്. വേടനാണ് ഞങ്ങളുടെ പിന്തുണ. പ്രത്യേകിച്ച് ഒരു ജാതി പട്ടികവർഗ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച 10-25 കൊല്ലം പ്രവർത്തിച്ച, ഇപ്പോഴും അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കും ഞാൻ പിന്തുണ കൊടുക്കും. ഞാൻ വേടൻ്റെ ഒപ്പം തന്നെയാണ്. തെറ്റുകൾ തിരുത്തപ്പെടട്ടെ, വേടൻ തിരിച്ചു വരട്ടെ. ആ തിരിച്ചുവരലിലൂടെ വേണം വേടൻ ഇതിനെല്ലാം മറുപടി കൊടുക്കാമെന്ന് പ്രത്യേകം വേടനെയും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട. ഇതിലും വലുത് കാണേണ്ടി വരും. അവിടേക്ക് പറയേണ്ട വാക്കുകൾ വേറെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ വലുത് കാണേണ്ടി വരും. കാരണം നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ചില ബുദ്ധികളുള്ള, ആ ബുദ്ധികളുടെ പേര് ഞാൻ പറയുന്നില്ല, ബുദ്ധികളുള്ള ഒരു വിഭാഗമാണ് അപ്പുറത്ത് പ്രശസ്ത ഗായകരൊക്കെയായി നിൽക്കുന്നത്. അവരുടെ വീഴ്ച, അവർക്ക് നേടാൻ പറ്റാത്തത് നിങ്ങൾ നേടുമ്പോഴത്തെ വിഷയം, അതാണ് ഞാൻ മർക്കോസിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. അതിൻ്റെയൊക്കെ ഭാഗമാണ് നടക്കുന്നത്. നിങ്ങൾ നിലപാടും ഇതിൻ്റെ ഭാഗമായി മാറാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.